പല കൗൺസിലിംഗ് സെന്ററിൽ ഭാര്യ ഭർത്ത പ്രശ്നങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്ക് ഒരു കൗൺസിലിങ്ങിലൂടെ നമുക്ക് എത്രത്തോളം നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും? കാരണം ഞാനും എൻ്റെ ഭാര്യയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അല്ലെങ്കിൽ ഞങ്ങളൊരു ലവ് ആൻഡ് അഫെക്ഷൻ നല്ലൊരു റാപ്പോല് ബിൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒരു കൗൺസിലർ ആവശ്യമുണ്ടോ? വഹാബ് ഹ്യൂമൻ ഇന്നർ ടെക്നിക്. ഇവിടെയാണ് എങ്ങനെയാണ് നമ്മുടെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ തുടക്കം മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ ജീവിച്ച രണ്ടുപേർ ഒരു നോട്ടത്തിൽ അല്ലെങ്കിൽ ചെറിയ ഒരു 5 മിനിറ്റ് സംസാരത്തിലാണ് ഇവർ പരിചയപ്പെടുന്നത്. തുടർന്ന് നടക്കുന്ന ഇവരുടെ വിവാഹ ശേഷമാണ് ഇവരെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കംഫർട്ട് സോണിലേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ അയാളെ സ്വീകരിക്കാനും അല്ലെങ്കിൽ അദ്ദേഹവുമായി ഇണങ്ങി ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കുറച്ച് സമയം പിടിക്കും. ഇവിടെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക എന്നുള്ളത്, ആ ഒരു കല നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് സാഹചര്യത്തിനോടും അവർ പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പലപ്പോഴും ആണുങ്ങളാണ് കുറച്ചും കൂടി സമയമെടുക്കുക. പ്രത്യേകിച്ച് പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ജനങ്ങളുമായി കുറച്ചും കൂടി ബന്ധമുള്ള ആളുകൾ, അവർക്ക് ആദ്യം വരല് തൻ്റെ ജീവിതത്തിൽ താൻ ഉദ്ദേശിച്ച ലെവലിലോ അല്ലെങ്കിൽ തൻ്റെ സ്വപ്നത്തിന് പറ്റിയ ഒരാളെയാണോ തനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള പല സംഗതികളും ഇവിടെ വരും. ഇവിടെ പലപ്പോഴും നമ്മൾ നമ്മളുടെ പരസ്പരമുള്ള ആ ഒരു ശാരീരിക ബന്ധത്തിലൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചിലപ്പോൾ വലിയൊരു തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രൂപത്തിലുള്ള ഒരു ബന്ധമൊന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷെ മാനുഷികമായിട്ടുള്ള തൻ്റെ ഇണയെ ആകർഷിക്കുക എന്നുള്ള പ്രവൃത്തി അവിടെ നടക്കുകയും നമ്മൾ തമ്മിലുള്ള ഫസ്റ്റ് കെട്ട് ഇവിടെ പൊട്ടിക്കപ്പെടുകയും ചെയ്യും. പിന്നെ സ്വാഭാവികമായിട്ടും തൻ്റെ ജീവിതത്തിലേക്ക് താൻ എല്ലാം സമർപ്പിച്ച ഒരാൾ എന്ന നിലയിൽ ഭാര്യ അദ്ദേഹത്തെ സ്വീകരിക്കുകയും, അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ അവൾ ഇത്രയും കാലം കൊണ്ടു നടന്ന അവളുടെ സ്വകാര്യത മുഴുവൻ എനിക്ക് തന്നു എന്നുള്ള ഒരു റാപ്പോ, ഒരു മനസ്സിലാക്കലിലൂടെ ഈ ഒരു പുരുഷനും ആ ബന്ധത്തിൽ ചേരുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഇവർ കോപ്പി അടിക്കുന്നത് തൻ്റെ രക്ഷിതാക്കൾ എങ്ങനെയാണോ തൻ്റെ മുന്നിൽ ജീവിച്ചത്, ഇതാണ് നമ്മൾ കോപ്പി അടിക്കുക. നമുക്കറിയാം, മനുഷ്യൻ ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ കാണിച്ചു കൊടുക്കണം. കാരണം ഒരു മൃഗം, അത് ഏത് മൃഗമായിക്കോട്ടെ, അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് പാല് കുടിക്കണം എന്നുണ്ടെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് തൻ്റെ മാതാവിൻ്റെ അകിടിൽ ചെന്ന് അതിന് പാല് ചുരത്തി അത് കുടിക്കും. ഇന്ന് മനുഷ്യനാണെങ്കിലും അവിടെ കിടന്ന് കരയാന്നല്ലാതെ വേറൊന്നുമില്ല. ആ അമ്മ തൻ്റെ കുഞ്ഞിനെ 2 കൈയോടും ചേർത്ത് പിടിച്ച് തൻ്റെ ആ ഒരു മുലക്കണ്ണിൽ വെച്ച് അമ്മിഞ്ഞ ചുരത്തി കൊടുക്കുമ്പോഴാണ് ആ കുഞ്ഞ് കുടിക്കുന്നത്. അത് ഒരു ചെറിയ അളവ് കൂടിയാൽ പോലും ആ കുട്ടിക്ക് എന്ത് പറ്റില്ല, അത് ദഹിക്കുകയില്ല, അത് ഇറങ്ങുകയില്ല. നമുക്കറിയാം, പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഒരു സംഗതിയെ കണ്ടിട്ട് അത് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവമുള്ള ഈ മനുഷ്യൻ തൻ്റെ ദാമ്പത്യ ജീവിതവും തൻ്റെ മുന്നിലുള്ള ആളുകൾ കണ്ടത് പ്രകാരമാണ് ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇൻഫർമേഷൻ യുഗത്തിന്റെ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ
വളരെ വ്യാപകമായതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണാം പലതരത്തിലുള്ള ദാമ്പത്യ ബന്ധങ്ങൾ. ഇത് എനിക്കാകാമായിരുന്നു, ഇങ്ങനെ ഞാൻ ആവണം എന്ന് പറഞ്ഞ് പല ആളുകളും അഭിനയിച്ച് ജീവിക്കും. ഇവിടെയും കുടുംബങ്ങൾ പരാജയപ്പെടാറുണ്ട്. കാരണം അഭിനയവും യഥാർത്ഥ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും രണ്ടാണ്. ചിലപ്പോൾ എനിക്കറിയാം ഞാനിത് അഭിനയിക്കുക, അവർക്ക് തോന്നൂല എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ അത് സ്വീകരിക്കുന്ന ആൾക്ക് 100% അറിയാം ഇയാൾ അഭിനയിക്കുകയാണ്. പക്ഷെ അഭിനയിച്ചിട്ട് ഇന്നാലെങ്കിലും എനിക്ക് കുറച്ച് സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ സ്ത്രീകൾ എന്ത് ചെയ്യും, അതിന് നിന്നു കൊടുക്കും. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരുതല്, തൻ്റെ സ്നേഹം കൊണ്ടുള്ള തടവല്, തൻ്റെ കാരുണ്യത്തോട് കൂടിയിട്ടുള്ള ആ ഒരു നോട്ടം, ഇതെല്ലാം അവരുടെ ആ ഒരു ചെറിയ വികാരങ്ങളെ അവരിങ്ങനെ ഉത്തേജിപ്പിക്കും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് എപ്പോഴാണോ ഒരു വികാരം തോന്നുന്നത് അതിനെ അപ്പോൾ തന്നെ അതിനെ കൂട്ടാനും കുറക്കാനും സാധിക്കും. എന്നാൽ സ്ത്രീ അങ്ങനല്ല. പതുക്കെയാണ് അവളുടെ ആ വികാരങ്ങൾ, അല്ലെങ്കിൽ അവൾക്ക് ഒരു ആത്മസംതൃപ്തി അവൾക്ക് വരുന്നത്. പതുക്കെ ആ ഒരു പതുക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ പലപ്പോഴും കാണാറില്ല. കാരണം നമ്മളെ രക്ഷിതാക്കളിലേക്ക് നോക്കുമ്പോൾ അവിടെ സ്നേഹം പ്രകടിപ്പിക്കല് ദേഷ്യം പിടിച്ചിട്ടാണ്, ചീത്ത പറഞ്ഞിട്ടാണ്. ശരിക്കും യഥാർത്ഥ രൂപത്തിലുള്ള ആ ഒരു സ്നേഹപ്രകടനം അവിടെ കാണുന്നില്ല. ശരിക്കും സത്യത്തില് ആ ഒരു നമ്മളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു യഥാർത്ഥ രൂപത്തിൽ കാണാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇത് ചെയ്യുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ന്യൂജൻ വിവാഹത്തിന് പിന്നോട്ട് നിൽക്കുന്നത്. അവരെന്താണ് പറയുന്നത്, ഞാൻ കണ്ടുപിടിച്ച ഒരാള്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ കുറെ കാലം ജീവിച്ച ആള്, അല്ലെങ്കിൽ എനിക്ക് വളരെ വ്യക്തമായി അറിയുന്ന ആള്, അവനെയും എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരാള് മതി എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും, ഓ ശരിയാണല്ലോ എന്നുള്ളത്. പക്ഷേ എങ്ങനെ കഴിച്ചാലും ഇതിന്റെ 1ാം സ്റ്റെപ്പും 2ാം സ്റ്റെപ്പും 3ാം സ്റ്റെപ്പും എല്ലാരിലും ഒരുപോലെയാണ്. പിന്നെയും നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു അഫയറോട് കൂടി പോയിരുന്ന ആളുകളെ കുടുംബ ബന്ധങ്ങളാണ് പിന്നെയും എന്തിനു പ്രയാസപ്പെടുന്നത്. കാരണം ഒരിക്കലും ആ ഒരു 2ാം സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ, കാരണം ഫസ്റ്റ് നമ്മൾ ചേർന്ന് വിവാഹം കഴിച്ചു, ശാരീരികമായി ബന്ധപ്പെട്ട്, 2ാം സ്റ്റേജ് നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുപോകുമ്പോൾ രണ്ടാളുടെയും യഥാർത്ഥ രൂപത്തിലുള്ള ആ ഒരു ജീവിതം, പച്ചയായ സ്വഭാവങ്ങളും പച്ചയായ ജീവിതവും തുറന്നു വരികയും, ഇതാണ് ഞാനും, അല്ലെങ്കിൽ അവൾ ഇതാണെന്നും ഇവൻ ഇതാണ് എന്നും മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ കുറച്ച് ദിവസം എന്താ ചെയ്യുക, അവൾക്ക് പരമാവധി എന്ത് ചെയ്യും, സ്വാതന്ത്ര്യം കൊടുക്കും. പിന്നെ അവൾ എന്റെ തലമ കയറുകയാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞതുപോലും ഒന്നും അല്ല ജീവിതം, ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോകം കീഴടക്കിയ പോലത്തെ ആ ഒരു മാനസിക നിലയൊക്കെ വന്ന് ഇതിനെ കീഴടക്കി ഇതിനെ അനുഭവിക്കുമ്പോഴാണ് സത്യത്തില് ഒരു എലിക്കൂട്ടില് പഴം കഴിക്കാൻ കയറിയ എലിയുടെ ഒരു അവസ്ഥ വരും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ പഴത്തിന് നല്ല സൗന്ദര്യം, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അകത്ത് കയറി ആ പഴം കടിച്ചു കഴിഞ്ഞിട്ട് ആ എലിക്കൂട് അടഞ്ഞു കഴിഞ്ഞ എന്താ അവസ്ഥ, പിന്നെ ആ എലിക്ക് ആ പഴം ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെയാണ് ആ ഒരു 2ാം സ്റ്റേജിലേക്ക് പോകുന്നത്. പക്ഷേ അത് എലിയാണ്, ഇത് മനുഷ്യനാണ്. ആ വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മളുടെ അകത്തുള്ള കഴിവുകളെ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് എന്താണോ, ഏത് പെരുമാറ്റമാണോ അവൾക്ക്, എന്റെ പെരുമാറ്റം എന്താണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും VAK എന്ന ഒരു ടെക്നിക്ക് നമ്മൾ എടുക്കുന്നത്. VAK ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വിഷ്വൽ, കാഴ്ചയിലൂടെ കാര്യം മനസ്സിലാക്കുക. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ ചെവി, കേൾവിയിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുക. കെനസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫീലിങ്ങിലൂടെ മനസ്സിലാക്കുക. അപ്പോ താൻ മനസ്സിലാക്കുന്നത് ഏത് രൂപത്തിലാണ് എന്നുള്ളത് തൻ്റെ പങ്കാളിയുമായി ഷെയർ ചെയ്യുക. പങ്കാളി തൻ്റെ എതിർ പങ്കാളിയോട്, തൻ്റെ ലൈഫ് പാർട്ട്ണറോട് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവർ തമ്മിൽ ആ യഥാർത്ഥ ബോണ്ടിങ് അവിടെ വരികയാണ്. കാരണം
എന്റെ ഇഷ്ടം പോലെ സംസാരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഞാൻ അത് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ ചിന്തിക്കുന്നു എന്ന് വരുമ്പോഴാണ് ഈ ബോണ്ടിങ് വരിക. അതല്ലാതെ ഞാൻ മുമ്പ് മനസ്സിലാക്കിയും ഞാൻ ഒരുപാട് കാലം പ്രേമിച്ച് നടന്ന സ്വഭാവം മനസ്സിലാക്കി പിന്നെ ജീവിതം കൊണ്ടുപോകാൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം വിവാഹത്തിന് മുമ്പ് നമ്മൾ എന്ത് പ്രവർത്തികൾ ചെയ്താലും ഇവിടൊക്കെ നമ്മൾ ഒരു മാസ്ക് ഇട്ടിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. കാരണം എന്റെ യഥാർത്ഥത്തിനെ മറച്ചു വെച്ച് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എന്നെയായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, പരമാവധി കാണിക്കുക. കാരണം എനിക്കൊരു മദ്യപാനമോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി സമയം കൊടുത്തിട്ടായിരിക്കും ഞാൻ വരിക. അപ്പൊ എന്റെ നെഗറ്റീവ്സുകളൊന്നും പുറത്തെടുക്കൂല. ഇനി മറ്റുള്ള ആൾ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ തന്നെ ആ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുകയും അവരുടെ ഇഷ്ടം ഏറ്റവും വലിയ ഇഷ്ടമാക്കി മാറ്റി എന്റെ സമയവും എന്റെ സമ്പത്തും എന്റെ ആരോഗ്യമൊക്കെ ആ സമയത്ത് ചെലവാക്കും. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ പറ്റില്ല. കാരണം നമ്മൾ ആ ഒന്നാം കടമ്പ കഴിഞ്ഞ് പോകുമ്പോ തന്നെ നമ്മളുടെ അകത്തുള്ള ഹോർമോണിന്റെ അളവ് കുറയും. കാരണം ഫസ്റ്റ് നമ്മൾ ആ ഒരു ടച്ച് ചെയ്യുമ്പോൾ, ചേർന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖത്തിന്റെ ആ ഹോർമോണിന്റെ അളവ് അത് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും അവരെ കാണാനും വീണ്ടും വീണ്ടും അവരുമായി സംസാരിക്കാനും അവരെ കണ്ണിലേക്കും നോക്കി ഇരുന്ന് സംസാരിക്കാനൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഒന്നാം ഘട്ടം കഴിയുന്നതോടുകൂടി അതിന്റെ ആ ഒരു ഹോർമോണിന്റെ അളവ് കുറഞ്ഞു. ആ ഹോർമോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് റിയൽ ലൈഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ റിയൽ ലൈഫിലേക്ക് പോകുമ്പോൾ ഇവള് പറയുന്ന കാര്യങ്ങളൊന്നും എന്തല്ല, ആ യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭർത്താവ് അതിനനുസരിച്ചുള്ള സംസാരങ്ങൾ തുടങ്ങും. ഈ ഭർത്താവ് അതിനനുസരിച്ചുള്ള സംസാരം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭാര്യ ഈ ഒരു ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങും. എന്ത് എന്ന് വെച്ചാല്, ഇങ്ങനെയല്ലല്ലോ എന്നോട് സംസാരിച്ചിരുന്നത്, ഇങ്ങനെയല്ലല്ലോ എന്നെ കെയർ ചെയ്തിരുന്നത്, ഇങ്ങനെയല്ലല്ലോ എന്നോട് പെരുമാറിയെന്നത്. ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നു. പിന്നെന്താ സംഭവിക്കുക? രണ്ടാളും കൂടി പറയുന്നത് നാട്ടുകാർ കേൾക്കും. നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ട് പോകും? പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്കും ഡൈവേഴ്സിലേക്കും പോകും. ഇവിടെയാണ് നമ്മൾ ഹ്യൂമൻ ഇന്നർ ടെക്നിക്ക് ഉപയോഗിച്ച് എന്താണോ നമ്മളെ അകത്ത് കയറി വരുന്ന ആ നെഗറ്റീവിനെ നമ്മൾ എടുത്ത് തെറാപ്പിയിലൂടെ പൂർണ്ണമായി ഒഴിവാക്കി യഥാർത്ഥ എന്നെ, ഡ്യൂപ്ലിക്കേറ്റ് മാസ്ക് ഇട്ടിട്ടുള്ള എന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്റെ സോളിനെ അവയ്ക്കുകയും ചെയ്തെടുത്ത് ആ സോളിനേറ്റ് ഞാൻ മറ്റൊരു സോളിനേറ്റ് കണക്ട് ചെയ്ത് എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ തൊടുന്ന എല്ലാ മേഖലകളും തന്റെ ദാമ്പത്യ ജീവിതത്തിലെ തന്റെ ആ ഒരു ശീഘ്രസ്ഖലനം മുതൽ തന്റെ മക്കളെ വളർത്തൽ മുതൽ എല്ലതും. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ സൈക്കോളജിയും പറയുന്നത് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ 2 വർഷം മുമ്പേ അവൾ ഒരു അമ്മയാവണം എന്ന് പ്ലാൻ ചെയ്യണമെന്നാണ്. അപ്പോഴാണ് അവളുടെ അകത്തുള്ള ആ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുക. നമുക്കറിയാം, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ആ ചിന്ത നമ്മൾ ഇടുമ്പോൾ തന്നെ ശരീരത്തിനകത്ത് അത് ദഹിപ്പിക്കാനുള്ള ഓരോ വിധത്തിലുള്ള അസിഡിറ്റികളും ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഹൃദയങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇവരുടെ സ്നേഹം അതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ എത്തുമ്പോൾ ഇവർക്ക് രണ്ടാൾക്കും കൂടി സ്നേഹിക്കാനുള്ള ഒരു ഒരു ഉൽപ്പന്നമായിട്ടാണ് നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഒരു സെക്സിൽ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി അതിനെ നോക്കി പോറ്റുക എന്നുള്ളതല്ല. യഥാർത്ഥ രൂപത്തിലുള്ള ഈ ഭൂമിയിലേക്ക് ഐഡന്റിറ്റിയോടുകൂടി യഥാർത്ഥ സ്നേഹത്തോടുകൂടി യഥാർത്ഥ രൂപത്തിൽ ആ കുഞ്ഞു ഭൂമിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ സോളുകൾ തമ്മിലുള്ള പ്രേമത്തെ മുറുകുകയും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ രൂപത്തിലുള്ള തലമുറകളുടെ കൈമാറ്റം ഇവിടെ സംഭവിക്കുക. താങ്ക് യു.